നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. മദ്യപിച്ചുകൊണ്ട് സ്കൂൾ അങ്കണത്തിൽ പ്രവേശിക്കുന്നവർ ഇനി സൂക്ഷിക്കുക. പ്രിൻസിപ്പാളിൻ്റെ പിടിവീഴും. മദ്യപിക്കുന്നവരെ ഗന്ധത്തിലൂടെ തിരിച്ചറിഞ്ഞ് മേലധികാരികളെ യഥോചിതം അറിയിക്കുന്ന യന്ത്രമാണ് എഴുപുന്ന സെൻറ് റാഫേൽസ് സ്കൂളിൽ ഒരുക്കിയ തിങ്കർ ഫെസ്റ്റ് എന്ന ശാസ്ത്രമേളയിൽ ഒരു കൊച്ചുമിടുക്കി പ്രദർശിപ്പിച്ചത്. കുട്ടികൾ സ്മോക്കും ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ രണ്ട് സെൻസേഴ്സ് പറഞ്ഞാൽ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യാനും പറഞ്ഞാൽ ആൽക്കഹോളിക്കിനെ സ്മെൽ ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയാണ്. അപ്പോൾ ഇത് അവർ യൂസ് ചെയ്യാനാണെങ്കിൽ ആ സെൻസർ വഴി അത് മനസ്സിലാകുകയും LCD ഡിസ്പ്ലേ വഴി അത് HMന്റെ ഓഫീസിലോട്ട് അറിയിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് അവരെ കണ്ടുപിടിക്കുകയും ഒരു സെൻസർ ആൽക്കഹോളത്തിന്റെ കണ്ടന്റ് സ്മെല്ല് സെൻസ് ചെയ്യുകയും ചെയ്യും. ഇതിലൂടെ ഇപ്പോൾ അവർ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള 4 ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നുള്ള 25-ൽ പരം പ്രോജക്റ്റുകളാണ് എഴുപുന്ന സെൻറ് റാഫേൽ സ്കൂളിൽ ഒരുക്കിയ തിങ്കർ ഫെസ്റ്റിൽ മാറ്റുരച്ചത്. 4 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ സ്കൂളുകൾ, അവിടെ നിന്നും അതിനൂതനമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പ്രൊജക്റ്റിലും 3 കുട്ടികൾ വീതമാണ് പങ്കെടുക്കുക. അങ്ങനെ 27 കുട്ടികൾ ഒരു സ്കൂളിൽ നിന്ന് ഏകദേശം 200 അടുത്ത കുട്ടികളാണ് ഇവിടെ മാറ്റിവെക്കുന്നത്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം. ഇപ്പോൾ നടക്കുന്ന ഓരോരോ കാര്യങ്ങളിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനവും അവർ പഠിക്കുമ്പോഴും ആ ഒരു മികവ് അവരിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമർത്ഥരായ ശാസ്ത്ര സാങ്കേതിക കഴിവുള്ള പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട നൂതന പദ്ധതിയുടെ ഭാഗമായാണ് തിങ്കർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടികൾ സ്വയം പഠിച്ച് നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ച് നേട്ടം കൈവരിച്ച നിരവധി പുതുമയാർന്ന പ്രോജക്റ്റുകളാണ് പ്രദർശനത്തിന് സജ്ജീകരിക്കപ്പെട്ടത്. കുട്ടികളുടെ പ്രോജക്റ്റുകൾ വിദഗ്ധർ വിലയിരുത്തി ഗുണനിലവാരവും സ്ഥാനമാനങ്ങളും നിർണ്ണയിച്ചു. ഭൂകമ്പം, പ്രളയം എന്നിവ നേരത്തെ പ്രവചിച്ചുകൊണ്ട് ആവശ്യമായ സുരക്ഷാ സന്ദേശ സൂചന നൽകുന്ന ഉപകരണം, ഗ്യാസ് ലീക്ക് ചെയ്താൽ തിരിച്ചറിയാൻ പറ്റുന്ന യന്ത്രം, ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സ തുടങ്ങാൻ സഹായിക്കുന്ന യന്ത്രം, കിടപ്പ് രോഗികൾക്ക് പരസഹായം ഇല്ലാതെ ഫാനുകളും ലൈറ്റുകളും മൊബൈൽ ഫോണും പ്രവർത്തിപ്പിക്കാൻ പര്യാപ്തമായ ഉപകരണം, ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ സഹായമേകുന്ന യന്ത്രം, വേസ്റ്റ് ഇൻസിനറേറ്ററിൽ നിന്നും സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന യന്ത്രം, സൂര്യനെ ട്രാക്ക് ചെയ്ത് കാര്യക്ഷമമായി സോളാർ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന യന്ത്രം, നിലവിലെ ആരോഗ്യസ്ഥിതി തിരിച്ചറിയുന്ന ഉപകരണം, ഭൂകമ്പവും പ്രളയവും നേരത്തെ തിരിച്ചറിയുന്ന സംവിധാനം എന്നിങ്ങനെ നിത്യജീവിതത്തിൽ വളരെ പ്രയോജനകരമായ ഒരുപാട് പ്രോജക്റ്റുകളാണ് കുട്ടികൾ നിരത്തിയത്. പ്രദർശനത്തിനെ തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡയറക്ടർ ഡോക്ടർ RK സുനിൽകുമാർ നിർവഹിച്ചു. ഇത്തരം കുട്ടികൾ ഒരു വർഷം തോറും അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി ഇവിടെ വരുമ്പോൾ പലപ്പോഴും ജഡ്ജ്മെന്റ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ചിലപ്പോൾ ഞാൻ പൊതുവായിട്ട് സ്കൂൾ പ്രിൻസിപ്പാൾ ജോജി തോമസ് സ്വാഗതം ആശംസിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോമോൻ ശങ്കുരിക്കൽ, സ്കൂൾ കോർപ്പറേറ്റ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഡോക്ടർ ബെന്നി പാലാട്ടി, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെറിൽ കുരിശിങ്കൽ, ഹെഡ് മിസ്ട്രസ് MV ശ്രീകല, വാർഡ് മെമ്പർ മധുക്കുട്ടൻ, സ്റ്റാഫ് സെക്രട്ടറി V ഷാജി, PTA പ്രസിഡന്റ് മാത്യു കുര്യാക്കോസ്, ATL കോർപ്പറേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ P ആശ, ATL സ്കൂൾ കോർഡിനേറ്റർ ജോസ് ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.